രണ്ട് മൂന്ന് സെഗ്മെൻറ്റ് പോലെയാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഈ രണ്ട് മൂന്ന് സെഗ്മെൻറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ തുടങ്ങുന്നത് തന്നെ ഇപ്പം പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിരുന്നത് സിനിമയുടെ ആദ്യ ഒരു 25-30 അരമണിക്കൂറോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു ഹിന്ദി സിനിമ കാണുന്ന ഒരു പ്രതീതിയായിരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണ്. സിനിമയുടെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ പണ്ട് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം, ആ സംഭവത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ ഒരു അപ്രപാളിയിൽ ഒരു റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതത്രയും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം ആ സീനിൽ വരുന്നതെല്ലാം ഹിന്ദി ആക്ടേഴ്സ് മാത്രമാണ്. അപ്പം അത്രയും നേരം ഹിന്ദി നമുക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സബ്ടൈറ്റിൽ വായിച്ചുകൊണ്ടിരിക്കണം. ഭാഗ്യത്തിന് നിർഭാഗ്യത്തിന് എനിക്ക് ഹിന്ദി കേട്ടതെല്ലാം മനസ്സിലായതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കണക്ട് ആയി. അതിലൊത്തിരി ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ സിനിമയുടെ അങ്ങോട്ട് പല ഭാഗങ്ങളിലും നമുക്കതൊരു എഫക്റ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂസിഫറിൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഒരു വലിയൊരു മേമ്പടി ഇട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കാം എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഡയലോഗ്സ് ഉള്ളത്. ഇത് അതേ രീതിയിൽ തന്നെയുള്ള ഒരു കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊന്നും മാത്രമല്ല, ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും ഒരുപക്ഷെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് ഒരു പാർട്ടിയെയും അവർ ഒഴിവാക്കുന്നില്ല. അത് ആരെയും ട്രോളുകയോ അല്ലെങ്കിൽ മോശമായി കാണിക്കുന്നതോ അങ്ങനെയല്ല. ഇന്ന് എന്താണ് സംഭവിക്കുന്നത് അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എബ്രഹാം ആറാണ് ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ കുറേ നേരത്തേക്ക് ഹോളിവുഡ് ലെവലിലേക്ക് പോവാണ് സിനിമ. അതായത് നമ്മൾ കേരള, ബോളിവുഡ്, ഹോളിവുഡ് ഇങ്ങനെ എല്ലാവരും മിക്സ് ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത് സിനിമ. അവസാനം തീർച്ചയായിട്ടും ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഒരു മൂന്നാമത്തെ ഒരു സിനിമ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു ലീഡും കൂടെ കൊടുത്തിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അതൊരു സ്പോയിലറൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. എല്ലാവരും മോഹൻലാൽ അടക്കം തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 2-3 സെഗ്മെൻ്റായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു കഥയുടെ ഈ ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ഒരു പോർഷൻ ഇങ്ങനെയുണ്ട്, പിന്നെയും കുറച്ച് ഇങ്ങനെയുണ്ട്, പിന്നെ ഒരു ഹോളിവുഡ് ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കി കൊണ്ടാണ് സിനിമയുടെ കഥ മൊത്തം പോകുന്നത്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ മാസ് മസാല ഒരു സിനിമയല്ല. അങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരരുത്. ഈ ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇത് നമ്മൾ കുറേ കൂടെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തേണ്ടതാണ്. കുറേ കൂടെ ഒരു ഓപ്പൺ അപ്രോച്ചോടെ നമ്മൾ ഈ ഒരു സിനിമയെ സമീപിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, എന്നാലും മാസ് മസാല എലിമെൻസിൽ ഇപ്പോൾ നമുക്കൊരു ഫാൻ ബോയ് മൊമെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ സീനുകളും ഉണ്ട് സിനിമയ്ക്കകത്ത്. പിന്നെ എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ റിവീലായിരുന്നു. അദ്ദേഹം തന്നെയാണ്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ ഫസ്റ്റ് ഷോ അല്ലേ, ഇപ്പം ഒത്തിരി പേര്, എത്രയോ ആൾക്കാർ ഇനി ഷോ കാണാനുണ്ട് ഈ ഒരു ദിവസം തന്നെ. അപ്പം ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. കൂടാതെ വേറൊരു ക്യാമിയോയും കൂടെ ഉണ്ട്. ആ ഒരു ക്യാമിയോ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. ആൾക്കാർ, കാരണം ഇത്രയും പേരും കാണാനുള്ളതല്ലേ സിനിമ.